എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എണ്ണയും യൂസ് ചെയ്യാതെ ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ സവോള യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒനിയൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആണോ? എന്നാൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊന്ന് കൂട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. ഇതിലോട്ട് ഞാൻ വെളുത്തുള്ളിയാണ് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു 7-8 അല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് രണ്ടായിട്ട് കീറിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചിയാണ്. ചെറിയ പീസ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു 5-6 ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പൊടിച്ച ഏലക്ക എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ നമ്മളിനി ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് 2 വറ്റൽമുളകാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. ഒരുപാട് ഒഴിക്കരുത്. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്. തേങ്ങ ചിരകിയതാണ്. ഞാൻ 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടക്കറി തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചെറിയ ബബിൾസ് വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിതിൽ എണ്ണ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ സൈഡിലൊക്കെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് എരിവും കുറച്ച് കളറും നമുക്ക് കിട്ടുന്നതായിരിക്കും. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജീരകം റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പൊടികളൊക്കെ ഒന്ന് ചൂടായി വരണം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരു 6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ച് കസൂരി മേത്തി, ഒരു 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ച് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയിൽ ഇതുപോലെ ചെറിയ ഒരു ഫോർക്ക് കൊണ്ട് ചെറിയ ഹോൾസ് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ കൂട്ടിൻ്റെ ആ ടേസ്റ്റ് മുട്ടയുടെ ഉള്ളിലോട്ടും വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് നമുക്ക് മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം മുട്ട ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പ് കുറവാണ്, ഞാൻ അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും മതി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് കുറച്ച് മല്ലിയിലയും കൂടെ കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ എണ്ണ ഒട്ടും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മളിതിൽ സവോളയും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.